കുണ്ടനീരി ചാതര നിവിശദം തേജസ മാർഗവാഹിനി തേ സമയമാരിതം ലംബ ഭവാനി പക്വനി പാദകിരി ചലേ ചലേ കഫി കാഹിനി ശാഹാചീലം മൂഷമധ്യേ ഏവ രോഗമന്യ അസ്പാസിദ്ധ വൃത്തിസന്ധി പ്രവർത്തിൻ മുഖരെ മാർഗതീർപ്പത സമയവീതി ഇനിയിപ്പോൾ എന്നെ പോലീസ് പൊക്കത്തില്ലായിരിക്കും അല്ലേ? ഗ്ലാമർ കുറച്ച് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. പാട്ട് പഠിച്ചപ്പോൾ ഷാറുഖ് ഖാനെ ഒരു മറുകൂടെ വെക്കണം. ഞാനോരോ പ്ലാൻ കൊണ്ടുവരും, എല്ലാം ഓരോരുത്തർ അടിച്ചോണ്ട് പോവാ. അതിനിപ്പോൾ നമുക്കെന്തോ പ്രശ്നം? ഇനിയിപ്പോ പോലീസ് അലർട്ട് അടിക്കത്തില്ലയോ? പോലീസിന്റെ കീഴിലോടെ ചെന്നിട്ട് കൊടുത്തത് ഇവനെന്താ പൊട്ടനാണോ? ഇവനൊക്കെ കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവനെയൊക്കെ മണ്ടബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. എൻ്റെ പൊന്നിക്കാവൻ ചില്ലറക്കാരനൊന്നുമല്ല. ആ പോലീസുകാരൻ അത്രയും കുടഞ്ഞിട്ട് പോലും അവനൊരു കുലുക്കം പോലും ഇല്ലായിരുന്നു. പോരാത്തന്നെ അവൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തപ്പോൾ എന്തോരം നോട്ടാ വന്നേന്നറി കാണണമായിരുന്നു. അതും പല കളറിലുള്ള സാധനങ്ങൾ, പച്ച, മഞ്ഞ, നീല, ചുവപ്പ്, അങ്ങനെ എല്ലാ നിറങ്ങളും ഉണ്ടായിരുന്നു. എന്നാലും അവൻ എന്തിനാ അങ്ങനെ അടിച്ചു വെച്ചിരുന്നു? മണ്ടൻ. പോലീസോ? പേടിക്കണ്ട, പോലീസല്ല. ഉയരങ്ങ് മണ്ട ചെന്നു. ഇതേതാ പരിചയമില്ലാത്തൊരു നമ്പർ? അണ്ണാച്ചി എവിടെയും വണ്ടി ഒതുക്കിട്ട് സംസാരിക്കാൻ എനിക്ക് തമിഴ് അറിയത്തില്ല. നിങ്ങൾ വണ്ടി നിർത്തിട്ട് പറയാൻ എനിക്ക് അറിയത്തില്ല. നിർത്താൻ അണ്ണേ സുൽത്താൻ ഇപ്പൊ പേസും. അത് നിങ്ങൾ കവലപ്പെടാതെ. ഈ മറുതിയോട് എന്തോ പറയാൻ சொல்லண்ணே. ஓ அண்ணே, அது வந்து அந்த பையனே வந்து போலீஸ் மாட்டியாச்சு அண்ணே. அதனால தானே இந்த இஷ்யூ வந்தது. அண்ணே அப்படி ஒன்றும் சொல்லாதண்ணே. நாங்கள் வந்து அந்த மாதிரி பசங்களுக்கு கிடையாதண்ணே. நம்பண்ணே. அண்ணே புதிയൊരു ഇരുതലമുറിയെ കടച്ചേ, അത് പോതുമാ அண்ணே? അല്ലെങ്കിൽ അണ്ണേ പരവായില്ല അണ്ണേ, ഒരു ഓന്ത് ഇരിക്കണ്ണേ, പെരിയ ഓന്ത്, അത് പോതുമാ? ഹലോ അണ്ണേ, കേക്കലേ. ഹലോ സത്യമാ சொல்லண்ணே, കേക്കലേ. ഹലോ എടാ, എന്താടാ ഈ കാണിക്കുന്നേ? നോക്കിയിട്ടൊക്കെ ഫോൺ എടുക്കണ്ട. ഇനി അയാൾ കാര്യം പൈസ കൊടുക്കും. ഇനി ഇതിപ്പോ ഞാനിപ്പോ എന്തോ ചെയ്യാനാ? ഇതെല്ലാം കൂടി ഈ വള്ളിയിലാണ് ഒരുമിച്ച് കയറി വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ അടിച്ച പൈസ ഞാൻ കൊടുത്താൽ പോരെ? കുറെ അടിച്ചു വെച്ചിട്ടില്ലേ, വെറുതെ ഇരിക്കില്ലേ? ഏതാ ഈ ഓട്ടോ? എന്ത് ഇതെവിടെ അടിച്ചേ? അത് ഷിബുന്റെ അവിടെ നിന്ന് മേടിച്ചു പേപ്പറാ. വാട്ട് ഹാപ്പൻ? ഷിബുണ്ടല്ലോ പേപ്പർ. യെസ്. നിനക്ക് പ്രാന്താ നോക്കാ? നോ, പറ്റിപ്പോയടേ. ഇതൊക്കെ അടിക്കുന്ന ഒരു പ്രത്യേക തരം പേപ്പറില്ല. ഇതാണോ നിങ്ങളുടെ റിസർവ് ബാങ്ക് ഓഫ് സുൽത്താൻ? നിങ്ങൾ ഈ പേപ്പറിന്റെ ക്വാളിറ്റി ഉണ്ടോ? ഈ ക്വാളിറ്റിയിൽ നമ്മുടെ പണം അടിച്ചോ നമ്മൾ രക്ഷപ്പെടും. യെസ്, ഷോമി. എടാ, ഇത് കുറച്ചുകൂടി കട്ടികൂടി പേപ്പർ അടിച്ചാൽ പോരെ? ഷിബുവിനോട് അതും കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചാർട്ട് പേപ്പർ അടിച്ചാൽ പോരെ? അതാകുമ്പോൾ അടിക്കാൻ പറ്റും. കല്യാണക്കാരൻ ഉണ്ടാക്കിയല്ലേ ഇരിക്കുന്നത്? ആരുടെ കല്യാണം? നിന്റെ അമ്മായിപ്പന്റെ. പുള്ളിയുടെ രണ്ടാം കിട്ടായി. ജാക്സൺ, സോറി നീ പറ, പ്ലാൻ എന്താ? ഇക്ക, അവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നോട്ടടിക്കാം. അതെങ്ങനെ പറ്റും? അവൻ പോലീസ് സ്റ്റേഷനില്ലേ? പോലീസ് നമുക്കവനെ തൂക്കായേക്കാം.
സാറേ ഡോ ഇതൊന്ന് നോക്കൂ. അങ്ങോട്ട് കിടാ. സാറേ ഇത് കണ്ടോ? എന്തോ സാറേ കേസ്? താഴത്തെ കടയിൽ നിന്ന് നോക്കിയതാ സാറേ. ഇവരുണ്ടല്ലോ ആള് പുലിയാ. പുതിയ നോട്ടൊക്കെ അടിച്ചിറങ്ങിയിരിക്കുന്നത്. ഇനി മുതൽ ഈ നോട്ടാ നമ്മുടെ. ഇവന്റെ ഒരു കാര്യം. 200 നോട്ടോ? കൊള്ളാലോ. താൻ പറ. എടാ നിനക്ക് വല്ല ജോലി ചെയ്ത് ജീവിച്ചൂടാ? ഇത്ര കഴിവില്ലേ? നീ കലാപരമായിട്ട് എന്തായാലും ചെയ്തായിരുന്നെങ്കിൽ സമൂഹത്തിൽ നിന്നെ അറിയത്തില്ലായിരുന്നോടാ. നാണം കെട്ടവനെ. പോട്ടെ 2 പടം വരച്ചായിരുന്നെങ്കിൽ 4 പേര് നിന്നെ അറിയത്തില്ലായിരുന്നോടാ. ലോകം നിന്നെ അറിയത്തില്ലായിരുന്നോടാ. മൊണ്ണ. അടങ്ങ്. ഇവിടെ കിടന്ന് വലിയ ഷോ കാണിക്കരുത് കേട്ടാ. അതും സാറാ പോലീസുകാരെ പഠിപ്പിക്കാൻ നീ ആയിട്ടില്ല. ഞങ്ങൾക്കറിയാം എന്താ ഉണ്ടാക്കണ്ടേന്ന്. നീ ഇങ്ങോട്ട് കയറി ഉണ്ടാക്കണ്ട കേട്ടല്ലേ. സോറി സാർ. എന്തായാലും മേൽപ്പറമ്പിൽ വീട് മംഗലം പി. എടോ അയൽവാസിയുടെ പേരെന്താ പറഞ്ഞ? സാറ് വന്നു. ബാബു അല്ലേ? ബാബു പുത്തൻ വീട്. ഇത് തന്നെയാണോ അഡ്രസ്? നോക്കി. എന്റെ പൊന്ന് സാറേ, നിങ്ങൾ എന്തറിഞ്ഞിട്ട് എന്നെ പിടിച്ചോണ്ട് വന്നിട്ടേക്കുന്നേ? ഞാൻ എൻ്റെ ഭാര്യയുടെ വീട്ടിലോട്ട് വന്നേ. അവിടെ ചെന്നപ്പോൾ എന്നെ ആർക്കും അറിയത്തില്ലെന്ന് പോലും. എന്നിട്ട് ഭാര്യ എന്ന് പറഞ്ഞൊരു കൊച്ചു കൊച്ചിനെ കാണിച്ചു വന്നേക്കുന്നു. എന്നിട്ട് നിങ്ങൾ നാട്ടിൽ ഇപ്പൊ കളനോട്ടടി എന്ന് പറഞ്ഞുണ്ട്. സത്യത്തിൽ ഞാൻ ഒന്ന് അടിച്ച്. എന്തുവാ അവന്റെ കേസ്? സാർ കള്ളനോട്ടടിയാ. ഓ എന്നിട്ടാണോടാ ഇവിടെ കിടന്ന് ചിലക്കുന്നത്? വിളച്ചെടുക്കാൻ മാറിക്കടാ അങ്ങോട്ട്. ഓ ഇവരെ അകത്തോട്ട് കയറ്റി. വല്ല കാര്യം ഉണ്ടായിരുന്നോടാ? നിങ്ങളുടെ സഹായിയല്ലേ ഇവൻ? അതെ. ആണല്ലോ. പിന്നെന്തിനാ ഇവൻ നാട്ടുകാരുടെ പറമ്പിലെല്ലാം കയറി കുഴിക്കുന്നത്? മോനെ, അവനല്ലേ കുഴിക്കുന്നത്. അവൻ്റെ ശരീരത്തിനുള്ളിലെ അവൻ്റെ ആത്മാവാണ് കുഴിപ്പിക്കുന്നത്. അതായത് സാറേ പരകായ പ്രവേശം. സാറേ ഇതിനകത്ത് പുതിയ 2 പാട്ട് കിട്ടും സാറേ. ഇപ്പോൾ ഈ അൻവർ എന്ന് പറയുന്ന പടം ഇറങ്ങിയില്ല സാറേ, പൃഥ്വിരാജിൻ്റെ. അതിൽ ആ കൽബിലെത്തി എന്നുള്ള പാട്ടൊന്നും കൽബിലെത്തി ആ പാട്ട് തന്നെ. ഏതോ പാട്ടല്ലേ കൽബിലെത്തി. സാറേ ഡേറ്റ് ഏതാ എഴുതിയത്? ഞാനൊന്ന് വായിക്കാം. സാർ, ഞാനും എൻ്റെ അനുജനും 17/1/2010, അതായത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച പുത്തൻ വീട്ടിൽ അയൽവാസിയായ ബാബു എന്ന വ്യക്തിയുടെ പറമ്പിൽ നിന്നും വീണ മരത്തെ ചൊല്ലി ഉണ്ടായ സാറേ ഇത് വർഷം ഏതാ? 2010. അപ്പോൾ മരത്തെ ചൊല്ലി ഉണ്ടായ വീട്ടിൽ കയറി ആക്രമിച്ച ബാബു എന്ന വരുന്നതാണ് എൻ്റെ മകളാണ്. സാറേ ഇവനെ ഇടങ്ങോട്ട് കെട്ടിട്ടു. സാറേ ഇവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയതാ. സാറേ ഞാൻ 2023 സാറ് പിടിച്ച നോട്ടല്ലേ 2023 നോട്ട് സാറേ. അതാ സാറേ സാറ് മനസ്സിലാവാഞ്ഞത്. അപ്പൊ നീ പറയുന്നത് 2023 നോട്ടാ നിന്റെ കയ്യിലുള്ളതാ? ആ സാറേ ഞാൻ സാറിന്റെ പൊട്ടാണെന്ന് വിചാരിച്ചത്. ഉള്ള സാറേ ഞാൻ വന്ന സമയത്ത് ഒരു ടണലിൽ കൂടെ കയറി അവിടെ കുറച്ച് ലൈറ്റൊക്കെ വന്നു. പിന്നെ എൻ്റെ ബോധം പോയി. ഞാൻ ഉണർന്നപ്പോഴാണ് ഈ സമയത്ത് ഇരിക്കുവോ. ഞാൻ പറഞ്ഞ സത്യമാ സാറേ.
ഇല്ലെങ്കിൽ സാർമാർക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ഓ, അപ്പോൾ നീ ഇപ്പോൾ ഉള്ള ആളല്ല, അല്ല 2023 ആളല്ല. ആ സാറേ. നിർത്തണ നിന്റെ കോപ്പിലെ കഥ. എടോ ഇവൻ കഞ്ചാവല്ലോ ആണോ? കഞ്ചാവ് മാത്രമല്ല സാർ, ഇത് അതിലും വലിയ കൂടിയ സാധനമാണ്. എന്തുകൂടെ ഇത്? ഒരുത്തൻ പെരുങ്കായം, ഒരുത്തൻ ടൈം ട്രാവലർ. സാറേ പെരുങ്കായമല്ല, പരകായം. ശരി സാറേ, എങ്കിൽ ഞാൻ ഇനി അങ്ങോട്ട് പോയിക്കോട്ടെ സാറേ. അപ്പോൾ നിങ്ങൾ പൊക്കോ. ആ, ഇനി ഇവൻ കുഴി കുത്തിയാൽ നിങ്ങൾ ഓർത്താവും. ഇല്ല സാറേ, ഓർത്തോ. ഇനി കൂത്തത്തില്ല. സാറേ എങ്കിൽ ഞാനും പോകട്ടെ. നീ എവിടെ പോവാൻ? ദോ ഇവനെ കൊണ്ടുപോയി ഇവന്റെ ഫുൾ ജീവചരിത്രം എടുത്തിട്ട് വിട്ടാൽ മതി. വിളിച്ചോണ്ട് ഓടോ ഇവനെ. സാറേ ഞാൻ പറഞ്ഞു സത്യോ സാറേ. ഒരുപാട് വിളച്ചെടുത്തോണ്ടല്ലോ, മര്യാദക്ക് നീ ഇറങ്ങി പോവില്ല കേട്ടല്ലേ? അവനെ എൻ്റെ അടുത്തെത്തിക്കണം. ഈ കഥയുടെ എസ്സേഡ് എടുത്തേക്ക് പോലീസുകാരൊക്കെ പൊട്ടന്മാരാന്നല്ലേ. ചായ വേണം കേട്ടോ? വേണ്ടേ വേണ്ട. അയാളവിടെ വിഷാദം വീണിട്ടിരിപ്പുണ്ട്. വിറ്റാൻ ഞാൻ പോകരുത്. പണയെന്ന് ഞാൻ കേട്ടാ മതി. ഊതിയപ്പുറന്ന് പോലോടാ നീ. കൂടുതലങ്ങ് ഊതാൻ വരല്ലേ. എന്നാ പിന്നെ എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. ഇനി നിങ്ങളെന്താ വെച്ചാൽ അയക്കൂ. നീ പറഞ്ഞിട്ട് പോയി ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. അപ്പോൾ എന്താന്ന് വെച്ചാ ആ തരുന്നുണ്ട്. ചെമ്പടി ചെമ്പ്. നീ 100 പിടി. 100 ഗുണവേ? അതന്നെ അധികം. എങ്കിൽ 200 പിടി മതിയോ? സോറി, പൈസ കിട്ടിയാൽ ഞാൻ കണ്ണാടി വെക്കും. ഞാൻ എന്തിനാ ഇങ്ങോട്ട് പോകുന്നു? അങ്ങോട്ടില്ലേ പോകുന്നു? അതൊക്കെ എന്തിനാ നമ്മുടെ അടുത്ത് പറഞ്ഞു? വയ്യ. എന്തായിക്കാ പ്ലാൻ? ഐഡിയ ഇനി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഹലോ. ആ വന്നു, ഡ്യൂട്ടി കയറുന്നേ ഉള്ളൂ. സൈൻ ചെയ്തു. നീ എന്ത് ചെയ്യുക? പിള്ളേരെന്ത് ചെയ്യേ? അച്ഛന് മരുന്ന് കൊടുത്തോ? നീ കഴിച്ചോ? അവിടെ ലീവിന് എഴുതി കൊടുത്തിട്ടുണ്ട്. സാറോട് സംസാരിക്കട്ടെ. നമുക്ക് അടുത്ത ആഴ്ച പോകുന്ന ആരെയൊക്കെ പ്ലാൻ ചെയ്യാം. നീ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. എല്ലാം ഓക്കെ ആവും. എന്താ ആനി, നീ അച്ഛനെ അമ്മ യൂസ് ചെയ്യുന്നുണ്ടോ? അവരെന്നെ നമ്മളെ വിളിക്കുവോ? പിന്നെ വിളിക്കാതെ എന്തു പറ്റി? എന്തോ ജോമോനും അമ്മയും ഇവിടെ ഇല്ലാത്തപ്പം എന്തോ ഒറ്റപ്പെടുന്ന പോലെയാ. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നല്. അതെന്താ ഇപ്പം അങ്ങനെ തോന്നുന്നത്? എല്ലാം ശരിയാവും.
എടുക്കുമായിരിക്കും അല്ലേ? ഇനിയിപ്പോൾ ഒന്നും ശരിയായില്ലെങ്കിലും ഞാൻ കൂടെ കാണും അവസാനം വരെ, കേട്ടോ? ഇനി എങ്ങാനോ ഇടയ്ക്ക് വെച്ച് അങ്ങനെ ഞാൻ തട്ടിപ്പോയെന്ന് എന്ത് ചെയ്യും? പ്രഭാതേ, ചമറോട്ടം പാലത്തിലൊരു ആക്സിഡന്റ് നടന്നിട്ടുണ്ടേ, ഒന്ന് പോയി നോക്ക്. ആ, അവർക്ക് പരിക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കേ. എന്തെങ്കിലും ഉണ്ട് വിളിക്കേ. കൂടാരാ ഉള്ളേ? അതിനോട് കൊണ്ടുപോകോ. അത് കഴിഞ്ഞിട്ടേ നിങ്ങളൊന്ന് വിളിക്കണേ. ഒരു 4 മണിക്ക് ഒരു പൈലറ്റ് കാണും. ശരി, വിളിക്കേ. ശരി, ഓക്കെ. ഇന്നലെ മുതലാണല്ലേ കാണാതായത്? അതെ സാറേ. ഇതിനു മുമ്പിട്ട് പുള്ളി അങ്ങനെ പറയാതെ വല്ലതും എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല, എങ്ങും പോയിട്ടില്ല. ആരോടും പറയാതെ അങ്ങനെ എങ്ങും പോകത്തില്ല സാറേ. പോവാണേ എന്നോട് പറയും. ആണല്ലേ? ഈ അവസാനമായിട്ട് എന്താണ് സംസാരിച്ചത്? ഞങ്ങൾ വിളിച്ചപ്പോൾ വീട്ടിൻ്റെ അടുത്ത് വരെ എത്തിയെന്നാണ് പറഞ്ഞത്. പിന്നീട് വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു. എവിടെ പോയെന്ന് അറിയത്തില്ല സാറേ. പിന്നെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല? ഇല്ല സാറേ. പിന്നെ സാറേ വേറെ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ഐ തിങ്ക് ദിസ് ഇസ് എ കിഡ്നാപ്പ് സാർ. കിഡ്നാപ്പോ? ഇവനേതാ? എന്നെ അറിയില്ലേ? ഞാൻ ചന്തുവാണ് സാർ, അവിടെ ജോലി ചെയ്യുന്നത്. നിനക്കെങ്ങനെ അറിയത് കിഡ്നാപ്പാണെന്ന്? അത് ഞങ്ങളല്ലല്ലോ, നിങ്ങളിനി കണ്ടുപിടിക്കണ്ടേ? നിങ്ങളല്ലേ സർക്കാരിൻ്റെ ശമ്പളം മേടിക്കുന്നത്, ഞങ്ങളുടെ തന്നെ ചോദിക്കും. അതും കൂടി ഞങ്ങൾ കണ്ടുപിടിച്ചു തരണം. പിന്നെ നിങ്ങളെന്തിനാണ് അവിടെ ഇരിക്കുന്നത്? അതെ, വീടിനടുത്ത് വരെ എത്തിയെന്നല്ലേ പറഞ്ഞേ. ഞങ്ങൾ എന്തായാലും ഒന്ന് അന്വേഷിക്കാം. നിങ്ങളിപ്പോൾ ചെല്ല്. കാണാതായിട്ട് ഒരു ദിവസമേ ആയിട്ടുള്ളൂ. അന്നേരത്തേക്ക് കിഡ്നാപ്പ് കൊണ്ടെങ്കിൽ വന്നോളൂ. സോ ഇതുവരെ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കതിന് പേടിയാവുന്നു. ഇന്നലെ മുതൽ ഫോൺ സ്വിച്ച് ഓഫാ. സാധാരണ എത്ര ലേറ്റ് ആയാലും എന്നെ വിളിക്കുന്നതാ. ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞില്ലേ? സർ, ഞാൻ പ്രഗ്നൻ്റ് ആണ്. മോളെ, ഞങ്ങൾ അന്വേഷിക്കാതിരിക്കത്തൊന്നുമില്ല. മാക്സിമം ഞങ്ങളെ കൊണ്ട് നോക്കാം, കേട്ടോ? നിങ്ങളിപ്പോൾ ചെല്ല്. എന്തെങ്കിലും ഉണ്ടോ ഞങ്ങളെ അറിയിക്കാം. പോക്കോ, ചെല്ലും. ശരി സാറേ. എനിക്ക് എത്ര വിശ്വാസം പോരാ. ചന്തു നിന്നേ. കിഡ്നാപ്പ് അല്ലേ? നീ അവിടെ നിൽക്കേ. മോള് വിഷമിക്കണ്ട കേട്ടോ. കിഡ്നാപ്പല്ല, ഇപ്പോൾ എടുത്തിട്ട് അറിഞ്ഞാൽ അവർ പോയമ്മേ. ഹലോ, ഗുഡ് മോർണിംഗ്. പേടിക്കണ്ട കേട്ടോ, നല്ല ഉറക്കമായിരുന്നല്ലോ. എൻ്റെ പേര് പ്രേംചന്ദ്, പ്രേമ എന്ന് വിളിക്കും. പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വന്നോ? താൻ പ്രതിയാണല്ലേ? ആ, എന്തായിരുന്നു ചെയ്ത കുറ്റം? അതോ, അത് ഇച്ചിരി വലിയ കുറ്റമാണ് സാറേ. ടൈം ട്രാവൽ ചെയ്ത് കള്ളവട്ടടി. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോടാ? ഡേ, ഇനി ടൈം ട്രാവൽ ചെയ്തതിനാൽ ഇറക്കം വരുവോടെ?
പോലടാ. ഇല്ല ഇയാൾ കിട്ടുവാ. മൊത്തം അറിയാവുന്ന ആൾക്കാരാണോ? പിന്നെ ഇയാളുടെ കുഞ്ഞമ്മയുടെ വീടില്ലേ ഇത്? പറയാൻ പറ്റി പറഞ്ഞേ. എന്ത് പാനം തുറന്നിട്ട് ഒച്ച വയ്ക്കാൻ വേണ്ടി വന്നു. തുറന്നിട്ട് ആഹാ, ശാന്തമായ അന്തരീക്ഷം. പ്ലാൻ പറയാന്ന്. മൊത്തം അറിയാവുന്ന ആൾക്കാരാണോ? ആ, ഇതാ എന്റെ പ്ലാൻ. എന്തോ പരിപാടി തീർന്നിട്ടില്ല.